മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഉണ്ടെന്നത് ആശങ്ക മാത്രമാണെന്ന് സുപ്രീംകോടതി. 135 വർഷകാലങ്ങളെ അണക്കെട്ട് അതിജീവിച്ചെന്ന് വാക്കാൽ പരാമർശിച്ചു. അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു. അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജോ ജോസഫ് ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കുകയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ആസ്ട്രിക്സ് ആൻഡ് ഒബ്ലിക്സ് എന്ന പ്രശസ്തമായ കാർട്ടൂണിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കഥാപാത്രം ആശങ്കപ്പെടുന്നത് പോലെയാണ് മുല്ലപ്പെരിയാറിലെ സുരക്ഷാ ഭീഷണിയെന്ന് കോടതി നിരീക്ഷിച്ചു. വർഷങ്ങളായി ഡാം പൊട്ടുമെന്ന ഭീതിയിൽ ആളുകൾ ജീവിക്കുകയാണെന്നും എന്നാൽ ഡാമിന്റെ ആയുസ് പറഞ്ഞതിനേക്കാൾ 2 ഇരട്ടി കഴിഞ്ഞല്ലോ എന്നും ജസ്റ്റിസ് ഋഷികേശ് റോയി ചോദിച്ചു. SV ഭട്ട്, ഋഷികേശ് റോയി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നേരത്തെ ഇരുവരും കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരായിരുന്നു. അണക്കെട്ട് സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ടെന്ന് ഡോക്ടർ ജോസഫിന്റെ അഭിഭാഷകൻ ജെയിംസ് തോമസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 135 വർഷമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിതിട്ട് അത്രയും വർഷം അതിജീവിച്ച അണക്കെട്ട് നിർമ്മിച്ചവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയിലാണെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജയദീപ് ഗുപ്തയും അഭിഭാഷകൻ ജി പ്രകാശും ചൂണ്ടിക്കാട്ടി. തുടർന്ന് എല്ലാ ഹർജികളും 3-അംഗ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് വ്യക്തമാക്കി 2-അംഗ ബെഞ്ച് ഹർജി മാറ്റി. ന്യൂസ് ഡെസ്ക്, അമൃത TV.